എക്സലിലെ VLOOKUP ഫോർമുലയുടെ എല്ലാ പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് VLOOKUP ഫംഗ്ഷൻ്റെ ഒരു ബെറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് അഥവാ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പകരക്കാരൻ എന്ന രീതിയിലാണ് എക്സലിലേക്ക് XLOOKUP ഫംഗ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആ സമയത്ത് പോപ്പുലറായ ചില മീംസ് ആണ് ഈ കാണുന്നത്. റെസ്റ്റ് ഇൻ പീസ് RIP VLOOKUP. ഇത് കണ്ടിട്ടുള്ള ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവണം VLOOKUP ഫംഗ്ഷൻ ഇനിയില്ല എന്ന്. പക്ഷേ ഇത് പൂർണ്ണമായിട്ട് ശരിയല്ല. XLOOKUP ഫംഗ്ഷന് സാധിക്കാത്ത VLOOKUP ഫംഗ്ഷൻ ഉപയോഗിച്ച് മാത്രം സോൾവ് ചെയ്യാൻ സാധിക്കുന്ന ചില പ്രോബ്ലംസ് ഉണ്ട്. അത്തരമൊരു സിറ്റുവേഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന കുറച്ച് ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. ഏതാണ്ട് 50-ലധികം റെക്കോർഡ്സ് ഉണ്ട് ഇവിടെ. ടേബിളിൽ ആദ്യത്തെ കോളത്തിൽ എംപ്ലോയി ID, രണ്ടാമത്തെ കോളത്തിൽ പേര്, മൂന്നാമത്തെ കോളത്തിൽ പ്രായം, അതിനടുത്ത കോളത്തിൽ ഡെസിഗ്നേഷൻ, അഞ്ചാമത്തെ കോളത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ്, ആറാമത്തെ കോളത്തിൽ സാലറി. ഇനി വലതുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 5 എംപ്ലോയി IDs കൊടുത്തിരിക്കുന്ന കാണാം. ഈ ഓരോ എംപ്ലോയി IDക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേര്, ഡിപ്പാർട്ട്മെൻറ്റ്, സാലറി എന്നിവ ഈ ടേബിളിൽ നിന്ന് നമുക്ക് കണ്ടെത്തണം. ഇതിനുവേണ്ടി നമ്മൾ XLOOKUP ഫോർമുലയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് പേര്, ഡിപ്പാർട്ട്മെൻറ്റ്, സാലറി എന്നിവ വെവ്വേറെ ആയിട്ട് കണ്ടെത്തുക. ഈക്വൽ XLOOKUP ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. XLOOKUP ഫംഗ്ഷനിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് വാല്യൂ, എംപ്ലോയി ID ആണ് ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ, കോമ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് അറേ, എംപ്ലോയി IDs കൊടുത്തുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, FO, കോമ മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് റിട്ടേൺ അറേ, പേര് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, FO ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഈ എംപ്ലോയി IDക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേര് കിട്ടി. ഇനി ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. വീണ്ടും ഇതേ രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റും സാലറിയും കണ്ടെത്തുക. അതായത് 3 തവണ XLOOKUP ഫോർമുല നമുക്ക് എഴുതേണ്ടതായിട്ട് വരും. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് XLOOKUP ഫോർമുലയ്ക്കുള്ളിൽ ഈ എൻറ്റയർ ടേബിൾ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഡീറ്റെയിൽസ് കൂടി ഫോർമുല റിട്ടേൺ ചെയ്യും. അതുകൊണ്ടൊന്ന് കാണിക്കാം. ഈക്വൽ XLOOKUP ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ലുക്കപ്പ് വാല്യൂ, എംപ്ലോയി ID ആണ് ലുക്കപ്പ് വാല്യൂ, കോമ ലുക്കപ്പ് അറേ, എംപ്ലോയി IDs കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, FO, കോമ റിട്ടേൺ അറേ, പേര്, പ്രായം, ഡെസിഗ്നേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്, സാലറി എന്നിവ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, FO ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഇൻഫർമേഷൻ ഫോർമുല റിട്ടേൺ ചെയ്തു. പേര്, പ്രായം, ഡെസിഗ്നേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്, സാലറി. എന്നാൽ നമുക്കിവിടെ ആവശ്യമുള്ളത് പേര്, ഡിപ്പാർട്ട്മെൻറ്റ്, സാലറി എന്നിവ മാത്രമാണ്. അതേസമയം VLOOKUP ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ഫോർമുലയിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും. എങ്ങനെ നോക്കാം. ഈക്വൽ VLOOKUP ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. VLOOKUP ഫംഗ്ഷനിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് അഥവാ ഒന്നാമത്തെ ഇൻപുട്ട് ലുക്കപ്പ് വാല്യൂ, എംപ്ലോയി ID ആണ് ലുക്കപ്പ് വാല്യൂ, കോമ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ടേബിൾ അറേ, ഈ ടേബിൾ സെലക്ട് ചെയ്യുന്നു, FO, കോമ മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് കോളം ഇൻഡെക്സ് നമ്പർ, ഈ ടേബിളിലെ ഏതൊക്കെ കോളങ്ങളിൽ നിന്നാണോ നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് വേണ്ടത് ആ കോളങ്ങളുടെ ഇൻഡെക്സ് നമ്പർ ഇവിടെ കൊടുക്കുക. അതിനുവേണ്ടി കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. നമുക്ക് വേണ്ടത് പേര്, ഡിപ്പാർട്ട്മെൻറ്റ്, സാലറി എന്നിവയാണ്. പേരുള്ളത് ടേബിളിലെ രണ്ടാമത്തെ കോളത്തിലാണ്, 2, കോമ ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത് ടേബിളിലെ 5ാമത്തെ കോളത്തിലാണ്, 5, കോമ സാലറി ഉള്ളത് 6ാമത്തെ കോളത്തിൽ, 6, കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. വീണ്ടും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ. നമുക്ക് ഒറ്റ ഫോർമുലയിൽ നമുക്ക് ആവശ്യമുള്ള 3 വാല്യൂസ് ഇവിടെ വന്നു: പേര്, ഡിപ്പാർട്ട്മെൻറ്റ്, സാലറി. ഇനി ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. അതായത് XLOOKUP ഫംഗ്ഷൻ വന്നതുകൊണ്ട് VLOOKUP ഫംഗ്ഷൻ്റെ പ്രസക്തി പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടില്ല. VLOOKUP ഫംഗ്ഷൻ തുടരും. മറ്റൊരു എക്സൽ പോയിന്റ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.